ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സ്വർണം നഷ്ടപ്പെട്ട ആ അച്ഛനെയും മകളെയും പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ എന്തിനാണച്ചാ വിളിപ്പിച്ചത്? ഒരു പക്ഷേ നമ്മുടെ സ്വർണം കിട്ടിക്കാണുമോ? അയ്യോ, എൻ്റെ അച്ഛനാകെ ക്ഷീണിച്ചു പോയല്ലോ. ശ്വാസം മുട്ടൽ കൂടിയോ അച്ഛാ? എൻ്റെ ഈ ശ്വാസം മുട്ടലൊക്കെ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഒരു ദിവസം ഒന്ന് സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുക. കണ്ണടച്ചാൽ കാണുന്നത് എൻ്റെ മോളുടെ കല്യാണപ്പന്തലാണ്. പിന്നെ എങ്ങനെയാ മോളെ അച്ഛനൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എന്നേക്കുമായി ഈ കണ്ണങ്ങ് അടയണം. അയ്യോ, എൻ്റെ അച്ഛൻ അങ്ങനൊന്നും പറയല്ലേ. അച്ഛനിപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് ആഗ്രഹിച്ചു പോവുക മോളെ. നമ്മുടെ സ്വർണം കിട്ടുവച്ചാ എൻ്റെ അച്ഛനൊന്ന് സമാധാനത്തോടെ ഇരിക്കുക. നമ്മൾ ഇത്രയധികം അനുഭവിച്ചില്ലേ, ഇനി ഇതൊക്കെ മതിയെന്ന് ദൈവത്തിന് തന്നെ തോന്നും നമ്മളെ പരീക്ഷിച്ചത്. അപ്പോഴങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അതിൽ കുറേ പോലീസുകാരുണ്ട്. അവരാദ്യം കയറിയ ഓട്ടോറിക്ഷക്കാരനെയാണ് ആ പോലീസുകാർ കൊണ്ടുവരുന്നത്. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്തുവാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെയാ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്. മോളെ, അയാളല്ലേ അത്, ആ ഓട്ടോറിക്ഷക്കാരൻ? അതേച്ചാ, നമ്മൾ ആദ്യം കയറിയ ഓട്ടോറിക്ഷയിൽ ആളാണത്. SIയുടെ മുന്നിലോട്ട് ആ പോലീസുകാരൻ ആ ഓട്ടോറിക്ഷക്കാരനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാറേ, ഇയാളുടെ ഓട്ടോയിലാണ് അവർ ആദ്യം കയറിയത്. എങ്കിൽ ആ പരാതി തന്ന അച്ഛനെയും മോളെയും ഇങ്ങോട്ടൊന്ന് വിളിച്ച് എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ ചെന്ന് അച്ഛനെയും മകളെയും വിളിച്ചോണ്ട് വരുന്നുണ്ട്. സ്വർണം കിട്ടിയാൽ മതിയായിരുന്നച്ചാ. കിട്ടും മോളെ, എന്തായാലും അയാളെ കണ്ടുപിടിച്ചല്ലോ. അങ്ങനെ ആ അച്ഛൻ്റെ മകളുടെ മുന്നിൽ വെച്ച് ആ ഓട്ടോറിക്ഷക്കാരനോട് SI ചോദിക്കുന്നു, എടാ, ഇവരുടെ സ്വർണം നീയല്ലേടാ എടുത്തത്? അയ്യോ, ഞാനല്ല സാറേ. നീ എന്താടാ കരുതിയത്? നിന്നെ ഞങ്ങൾ പൊക്കത്തില്ലെന്ന് വിചാരിച്ചോ? എൻ്റെ സാറേ, ഇവരെൻ്റെ ഓട്ടോയിൽ കയറിയെന്നുള്ള സത്യമാണ്. അപ്പോൾ നീ തന്നെ ആ സ്വർണം എടുത്തത്. ആ എടുത്ത സ്വർണം നീ എന്ത് ചെയ്തു? ഉരുക്കി വിറ്റോ അതോ പണയം വെച്ചോ? അയ്യോ സാറേ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയാലല്ലേ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവരെയും കൊണ്ട് ഞാൻ വരുന്ന വഴിയിൽ എൻ്റെ ഓട്ടോ ഒന്ന് കേടായായിരുന്നു. അപ്പോഴവരെ ഞാൻ വേറെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ട്. ആ ഓട്ടോക്കാരൻ ആരാടാ? അവൻ ഏത് സ്റ്റാൻഡിലാണ് കിടക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല സാറേ. രാത്രിയിലൊരു ഓട്ടോ കണ്ട് ഞാൻ അതിൽ ഇവരെ കയറ്റി വിട്ട്. അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. ആ അച്ഛൻ പറയുന്നത്, മോളെ, ഇനി നമ്മൾ രണ്ടാമത് കയറിയ ഓട്ടോയിലാണോ ഇനി വെച്ച് മറന്നുപോയത്? എനിക്കറിയില്ലച്ചാ. നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ആ SI അവനെ വല്ലാതെ വിരട്ടുന്നുണ്ട്. എടാ, നീ സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ ഇനി മേലാൽ നീ ആ ഓട്ടോ സ്റ്റാൻഡിൽ പോവുകയോ ഓട്ടോ ഓടിക്കാനോ നിനക്ക് പറ്റത്തില്ല. സാറേ, ഞാൻ സത്യമാണ് പറയുന്നത്. അന്യൻ്റെ 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട. അഥവാ 1 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 രൂപ ചിലവാക്കി അവരെ കണ്ടുപിടിച്ച് അവരുടെ കൈ കൊണ്ട് കൊടുക്കുന്നതാണ് ഞങ്ങൾ ഓട്ടോക്കാരുടെ ജോലി. അതുകൊണ്ട് ഞാൻ സത്യമായിട്ടും പറയുക സാറേ, ഇവരുടെ സ്വർണം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഓട്ടോയിലിരുന്ന എല്ലാ ബാഗും എടുത്തുകൊണ്ടാണ് ഇവർ ആ ഓട്ടോയിൽ കയറിപ്പോയത്. അപ്പോഴാ മോള് പറയുന്നത്, ശരിയായിരിക്കും സാർ, ചിലപ്പോൾ ആ ഓട്ടോയിലായിരിക്കും ഞങ്ങൾ മറന്നു വെച്ചത്. SIക്കാകെ ദേഷ്യം തുടങ്ങി. ഏത് ഓട്ടോയിലാണ് വെച്ചത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഉറപ്പില്ല. ഇനി ഞങ്ങളെന്ത് ചെയ്യാനാ? ശരിക്കൊന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ ആ ഓട്ടോയിൽ കയറുമ്പോൾ ആ ബാഗും കവറും ഒക്കെ ഉണ്ടായിരുന്നോന്ന്? അതിപ്പോൾ ശരിക്കും ഓർക്കാൻ കഴിയുന്നില്ല സാർ. എടാ, നീയെങ്ങാണ് എടുത്തെങ്കിൽ അങ്ങ് സത്യം പറയണം, ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാതെ. സാറേ, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല സാറേ, ഞാൻ കണ്ടതുപോലുമില്ല സാറേ. ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് ഓട്ടോ ഉള്ളതാ. നീ അങ്ങോട്ട് മാറി നിൽക്കടാ. നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ ഓട്ടോക്കാരൻ ഏതായിരുന്നു വല്ല ഓർമ്മയുണ്ടോയെന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ സാറേ. അതുവഴി വന്നേരം ഓട്ടോ കണ്ട് പെട്ടെന്ന് കൈ കാണിച്ച് ഇവരെ അങ്ങ് കയറ്റി വിട്ടതാ. ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല. എടാ, ഈ കുട്ടിയുടെ കല്യാണമാണ്. ആ സ്വർണം കിട്ടിയില്ലേ കല്യാണം തന്നെ മുടങ്ങും. ഞാൻ അറിയാത്തതും കാണാത്തതോ കാര്യം ഞാൻ എങ്ങനെയാ സാറേ സമ്മതിക്കുന്നത്? എടോ, ഇവനെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തടോ എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനോടും മോളോടും പറയുന്നു, നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ ഓട്ടോ ഏതാണെന്ന് അറിയട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാനാവൂ. ഇതൊന്നും അറിയാതെ നമ്മുടെ വിഷ്ണുവും ശാലിനിയും മക്കളും കൂടെ കാറിലിങ്ങനെ അടിച്ചു പൊളിച്ച് പോവുകയാണ്. അവരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടാണ്. സത്യമോള് ചോദിക്കുന്നു, അച്ഛാ, നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ മക്കൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അതേ, വാട്ടർ തീം പാർക്കിലോട്ട് പോയാൽ മതി. ഓ, അപ്പോൾ വെള്ളത്തിൽ കിടന്ന് അടിച്ച് കളിക്കണമല്ലേ? ഇന്നു മുതൽ 2-3 ദിവസത്തേക്ക് ഇവരോടൊപ്പം നമ്മളും തകർക്കുവാണ് അല്ലേ ശാലിനി? പിള്ളേർക്ക് വേണ്ടിയായി ഐഡിയ ശാരദാമ്മ ചിന്തിച്ചെങ്കിലും പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമുക്കൂടെ നല്ലതാണെന്ന്. എന്ത് ചെയ്യാനാ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു യാത്രയൊന്നും നടത്തിയിട്ടില്ലല്ലോ. അതിന് വിഷ്ണുവേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാലേ നമുക്ക് നഷ്ടപ്പെട്ട ഹണിമൂൺ ഉണ്ടല്ലോ, അത് യാത്രയിലും ഉൾപ്പെടുത്തിയാലോ? ദേ, പിള്ളേർ കേൾക്കണ്ട, 2 പിള്ളേരുമായി കുറേ പ്രായമായി, അപ്പോഴാ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നും പറഞ്ഞ ശാലിനി വിഷ്ണുവിൻ്റെ കവിളത്ത് നുള്ളുന്നുണ്ട്. എടോ, എൻ്റെ ഈ മനസ്സ് മുഴുക്ക തന്നോടുള്ള പ്രണയമല്ലയോ? ഇത് മുഴുക്ക തന്നു തീർക്കാൻ തന്നെ എൻ്റെ ഈ ജന്മം തന്നെ തികയത്തില്ല. എങ്കിലേ വിഷ്ണുവേട്ടാ, നമുക്ക് അടുത്ത ജന്മം കൂടെ ദൈവത്തിനോട് കടം ചോദിച്ചാലോ?
അങ്ങനെ ചോദിച്ച പറ വിഷ്ണുവേട്ടാ. എൻ്റെ ശാലിനി, ഇതൊരു സ്നേഹക്കടല, ഒരന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്നേഹക്കടൽ. അങ്ങനെ വിഷ്ണുവും ശാലിനിയും ഒരുപാട് സന്തോഷത്തോടെ അവരുടെ റൊമാൻസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ആ പ്രണയമൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു സത്യമോള് പറയാം, അച്ഛാ ഇങ്ങനെയായിരുന്നെങ്കിൽ ഡ്രൈവ് ചെയ്യാനേ ആ കമലിനങ്കിളിനെയും കൂടെ കൊണ്ടുവരായിരുന്നു. പെട്ടെന്ന് പപ്പി പറയാം, വിഷ്ണു അച്ഛാ ഡ്രൈവ് ചെയ്യുമ്പോഴേ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ. ശാലിനി കേട്ടല്ലോ, ഇതുങ്ങളെ ചില്ലറക്കാരികളൊന്നും അല്ല, നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇവളുമാരെ. അതെങ്ങനെയാ വിഷ്ണുവേട്ടാ, ഈ അച്ഛൻ്റെ അല്ലേ ഈ മക്കള്, അപ്പോൾ ഈ ഗുണം കാണാതിരിക്കുവോ? ഇങ്ങനെ പോയാൽ പപ്പി നമ്മൾ തന്നെ ഈ കാർ ഓടിക്കേണ്ടി വരും. മക്കളെ, ഇങ്ങനെയാണ് ട്രിപ്പ് പോകേണ്ടത്, ഇതാണ് ട്രിപ്പ്. അങ്ങനെ പപ്പിമോളും സത്യമോളും കാറിൽ നല്ല പാട്ടൊക്കെ പാടുവാണ്. വിഷ്ണുവിനും ശാലിനിക്കും അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാകുവാണ്. അനൂപും കൂട്ടുകാരനും നൂർജഹാനെയും നോക്കി നിൽക്കുക. കൂട്ടുകാരൻ പറയുന്നു, അനൂപേ നീ ഇങ്ങനെ വാച്ചും നോക്കി ഇരുന്നിട്ടേ ഒരു കാര്യമില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ നീ ചെയ്യണം. എടാ ഫോൺ ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ ആ ഒരു ഫോൺ കോൾ മതി എല്ലാം തകിടം മറിയാന്. നീ മെസ്സേജ് ഇട്ടത് നൂർജഹാൻ കണ്ടോ? കണ്ടായിരുന്നടാ. എടാ അളിയാ, നീ സമയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. എടാ ഞാൻ അതെല്ലാം പറഞ്ഞടാ, പിന്നെ എന്ത് പറ്റി? എത്ര നേരം കൊണ്ടാണ് നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത്? ഇനി ആ ഫോൺ കോളിന് ശേഷം അവിടെ എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിച്ചോ? അവൾ ഫോൺ ചെയ്തപ്പോൾ ആ പേ പിടിച്ചവൻ അവൻ്റെ ബാപ്പായും അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനി അവരെങ്ങാനും വന്നോന്നാ എൻ്റെ സംശയം. എടാ 11 മണിക്ക് മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ ചെന്നില്ലെങ്കിലേ ആ രജിസ്റ്റർ അയാളുടെ പണിയും നോക്കി അങ്ങ് പോവും. അപ്പോഴേക്കും അനൂപിൻ്റെ ഫ്രണ്ട് അരുണിന് ഫോൺ വരുന്നുണ്ട്, അവൻ്റെ കൂട്ടുകാരൻ്റെത്. അവരാണെ കുറച്ച് പേരെല്ലാം രജിസ്റ്റർ ഓഫീസിൽ ഇങ്ങനെ നിൽക്കുവാണ്. ബൊക്കയും മാലയൊക്കെ ആയിട്ട് അവരാണെ രജിസ്റ്റർ ഓഫീസിൻ്റെ വാതൊക്കെ കാത്തു നിൽക്കുക. എടാ എന്താടാ കാര്യങ്ങൾ? ഇത്രയും നേരമായിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ, ഇവിടെ നിന്നിട്ട് വെറുതെ അങ്ങ് പോകാനാണോ? എടാ നീ ദൈവത്തെ ഓർത്ത് നാക്ക് വളച്ചൊന്നും പറയല്ലേ, ഇവിടെ ഒരുത്തന്നെ ആകെ വിഷമിച്ച് നിൽക്കുക. ഇനി അതോടെ കേട്ടാലേ ആ നിമിഷം അവൻ്റെ കാറ്റ് പോവും. ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ പിയൂണാണെങ്കിൽ വന്ന് 1-2 പ്രാവശ്യം ഞങ്ങളെ നോക്കിയിട്ട് പോയി. എടാ എന്തെങ്കിലും ഇവിടെ പറഞ്ഞ് ആ രജിസ്ട്രാറെ കുറച്ച് നേരവും കൂടെ ഒന്ന് പറഞ്ഞു നിർത്താൻ നോക്ക്. ഒന്ന് പോടാ അവിടുന്ന്. എൻ്റെ വകയിലെ കുഞ്ഞമ്മയുടെ മോനല്ലേ അയാൾ രജിസ്ട്രാർ. വല്ല നടക്കുന്ന കാര്യം വല്ലതുകൊണ്ടേ പറ. എടാ നീ ഒന്ന് ക്ഷമിക്കടാ, നമ്മുടെ അനൂപിന് വേണ്ടിയല്ലേ, അവൻ സ്നേഹിക്കുന്ന നമ്മുടെ നൂറിന് വേണ്ടിയല്ലയോ. എന്തായാലും ഞാൻ ആ പ്യൂണിനെ കണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ പറയുമ്പോഴേക്കും പ്യൂൺ വന്നിട്ട് ചോദിക്കുന്നത്, ചെറുക്കനും പെണ്ണും ഒക്കെ എന്തിയേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ 10:30 ഇവിടെ കാണണമെന്ന്. ഇതെന്താ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? എല്ലാ കാര്യങ്ങളും ഞാൻ അരുണിനോട് പറഞ്ഞിരുന്നതാണല്ലോ. എന്തിയാ അവൻ? അരുൺ അവരെയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി എപ്പോൾ എത്താനാ ഇങ്ങോട്ട്? വേണ്ട, അവൻ ലൈനിലുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചോ എന്നും പറഞ്ഞ് ആ ഫോൺ പിയൂണിന് കൊടുക്കുന്നുണ്ട്. ആ പിയൂൺ എന്തോ അരുണിനോട് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. എടാ അനൂപേ, പിയൂൺ വലിയ ചൂടിലാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒന്നും അറിയില്ല. നീ എങ്ങനെയെങ്കിലും നൂർജഹാനെ വിവരം ഒന്ന് അറിയിക്കാൻ പറ്റുന്നെങ്കിൽ നോക്ക്. കരഞ്ഞ് തളർന്നിരിക്കുന്ന നൂർജഹാൻ്റെ അടുത്തോട്ട് സുബൈദ കഴിക്കാൻ എന്തോ ഭക്ഷണമായിട്ട് ചെല്ലുവാണ്. എൻ്റെ പൊന്നുമോളെ, ഒന്നും കഴിക്കാതെ എത്ര നേരം കൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതൊന്ന് കഴിക്ക്. വേണ്ട മാമി, എനിക്ക് ഒന്നും വേണ്ട. ഞാനിവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തോട്ടെ, എന്നെ കൊണ്ടുള്ള ശല്യം അങ്ങനെ തീരുവല്ലോ. എനിക്കാരുമില്ലല്ലോ, എൻ്റെ ഇഷ്ടങ്ങളും സങ്കടങ്ങളും പറയുമ്പോൾ ആശ്വസിപ്പിക്കാനും ഒന്നും എനിക്ക് ആരുമില്ലല്ലോ. എന്തവാ മോളെ നീ പറയുന്നത്? നിന്നോട് ഇഷ്ടവും സ്നേഹവും ഇല്ലാഞ്ഞിട്ടാണോ മാമി ഇതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്? എനിക്കറിയാം മാമി, എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ജീവിതം ഇല്ലാതാക്കും. നീ ഒന്ന് സമാധാനപ്പെടേണ്ട നൂറെ, എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. എൻ്റെ പൊന്നുമോൾ ഇതൊന്ന് കഴിച്ചേ. വേണ്ട മാമി, എനിക്കൊന്നും വേണ്ട. ഇന്നത്തെ ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല മാമി. എന്തെങ്കിലും കടുങ്കയും ഞാൻ ചെയ്യും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ ഇല്ലാതാകും മാമി. ഞാനീ പറയുന്നത് ഉറപ്പാ മാമി. എൻ്റെ നൂറെ, നീ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. ഇതെങ്ങാനും ഇവിടെ ഉള്ളവരറിഞ്ഞാലുള്ള അവസ്ഥ എൻ്റെ മോളൊന്ന് ഓർത്ത് നോക്കിക്കേ. നിന്നെയും നിന്നെ കെട്ടുന്നവനെയും നിന്നെ സഹായിച്ച ഈ എന്നെയും അവർ കൊന്നു കുഴിച്ചു മൂടിയെന്നിരിക്കും. അത്രയും വലിയൊരു അപകടം മോളെ നമ്മളായിട്ട് വിളിച്ചു വരുത്തണോ? അതിന് ഇതൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല മാമി. 11 മണിക്ക് രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ഇങ്ങ് തിരിച്ചു വരില്ലേ? വിവാഹം നടന്ന കാര്യം നമുക്ക് മാത്രമല്ലേ മാമി അറിയാൻ പറ്റത്തുള്ളൂ, ഇവർക്കാർക്കും അറിയാൻ കഴിയില്ലല്ലോ. എന്നെ ഒട്ടും കാണാതായാലല്ലേ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറത്തുള്ളൂ. ദേവി ചെയ്ത് മാമി എന്നെ ഒന്ന് സഹായിക്കണം. സുബൈദ പറയാ, എൻ്റെ പൊന്നു മോളെ, നീ പറയുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നീ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ മോളെ? എൻ്റെ ഉള്ളിൽ കിടന്നാണ് പടപടാന്ന് പിടയ്ക്കുക.
പെട്ടെന്ന് നൂർജഹാൻ സുബൈദയുടെ കാല് പിടിച്ച് കരയുവാണ്. മാമി, ഞാൻ മാമിയുടെ കാല് പിടിക്കാം, എങ്ങനെങ്കിലും എന്നെ സഹായിക്ക്. അവരെല്ലാവരും എന്നെയും കാത്തോടെ പ്രതീക്ഷിച്ച് നിൽക്കുവാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാനിങ്ങ് പോരും മാമി. ഞാൻ പോകുന്നതും വരുന്നതും ഒന്നും ഇവിടെ ആരും അറിയത്തില്ല മാമി. മാമിക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ ഒന്ന് സഹായിക്കും മാമി. പാപം സുബൈദ ആകെ ധർമ്മസങ്കടത്തിലിരിക്കുവാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് പറയുന്ന പോലെ പറയുവാ മാമി. എൻ്റെ പൊന്നുമോളെ, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുവാണല്ലോ. അവർ നിൻ്റെയും നസീറിൻ്റെയും കൂടെ കല്യാണത്തിനുള്ള ക്ഷണിക്കേണ്ടവരുടെ പേരെഴുതിക്കൊണ്ടിരിക്കുവാണ്. പാചകക്കാരെ വരെ ബുക്ക് ചെയ്തിരിക്കുക. ഇതൊക്കെ അറിയാവുന്ന ഞാൻ കല്യാണപ്പെണ്ണ് ജീവനോട് ഇരുന്നാലല്ലേ ഈ നിക്കാഹ് നടക്കത്തുള്ളൂ. ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുക മാമി, ഇന്ന് ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഈ നൂർജഹാൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേ സുബൈദ ആകെ തകർന്നുപോയി. ഈ ബന്ധം നടക്കണമെന്ന് നീ ഇത്രയേറെ ആഗ്രഹിക്കുമ്പോൾ ഈ മാമി എന്ത് ചെയ്യാനാ? മോള് പോയിട്ട് വാ. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഏക സഹായം ഇത് മാത്രമാണ്. മോള് പോയിട്ട് വാ. എളുപ്പം കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് ഉടനെ വരണം. പക്ഷേ ഒരു കാര്യം എൻ്റെ മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാമിയെ കത്തുന്ന ചിതയുടെ പുറത്ത് വെച്ചിട്ടാണ് എൻ്റെ മോള് പോകുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ നൂർജഹാൻ സുബൈദയെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുവാണ്. താങ്ക്സ് മാമി. മാമിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ എളുപ്പം തന്നെ തിരിച്ചു വരാം മാമി. ഞാൻ എൻ്റെ മാമിയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. മാപ്പ് മാമി. സാരമില്ല, മോള് ചെല്ല്. എളുപ്പം കാര്യങ്ങൾ നടത്തിയിട്ട് ഓടിവാ. വിഷ്ണുവും ശാലിനിയും മക്കളും ഹാപ്പി ലാൻഡിൽ വന്നിരിക്കുവാണ്. പപ്പിയും സത്യയും കാറിൽ നിന്ന് ഇറങ്ങി ഓടുവാണ് സന്തോഷത്തോടെ. അവരങ്ങനെ ഓരോ റൈഡിലും കയറി ഇങ്ങനെ കളിക്കുവാണ്. വിഷ്ണുവും ശാലിനിയും അതുപോലെ പിള്ളേരെ പോലെ യുവമിഥുനങ്ങളെപ്പോലെ അവരും കൈക്ക് പിടിച്ചുകൊണ്ട് അവരും ഇങ്ങനെ ഓടുവാണ് ഓരോരോ ഗെയിം കളിക്കാനായിട്ട്. വിഷ്ണു മക്കളോട് പറയുന്നു, എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്ന്. അതുകൊണ്ട് എത്രത്തോളം ആഘോഷിക്കാവോ അത്രത്തോളം എൻ്റെ മക്കളെ ആഘോഷിച്ചോണം കേട്ടോ. പക്ഷേ കൂട്ടം തെറ്റിയെങ്ങും പൊയ്ക്കളയല്ലേ. ഈ അച്ഛനും അമ്മയ്ക്കും ഇനി ഓടാനുള്ള ശക്തിയില്ല. ശാലിനി വിഷ്ണുവിനോട് പതുക്കെ പറയാം, അതെ, കുട്ടികൾക്ക് മാത്രമാണോ ഈ ട്രിപ്പ്? ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മനസ്സ് എനിക്കും ഉണ്ട്. സത്യമോളും പപ്പിമോളും ഓരോ റൈഡിൽ കയറി ഭയങ്കര സന്തോഷം. വിഷ്ണുവിനും ശാലിനിക്കും ഇത്രയും നാൾ അവരുടെ ദാമ്പത്യത്തിൽ കിട്ടാതെ പോയ സന്തോഷം അവരുടെ ഹണിമൂൺ ട്രിപ്പ് തന്നെന്ന് പറയാം. അവരും അതേ ഒരു എൻജോയ്മെൻറ്റിൽ തന്നെയാണ് അവരും കഴിയുന്നത്. ഓരോ റൈഡും കഴിഞ്ഞിട്ട് സത്യമോളും പപ്പിമോളും ഊഞ്ഞാലാടാനായിട്ട് വന്നിരിക്കുവാണ്. സത്യമോളെ വിഷ്ണുവിനോട് പറയുന്നു, അച്ഛാ എന്നെ ഒന്ന് കയറ്റിയിരുത്തിയെന്ന് ആട്ടാവോ. അങ്ങനെ സത്യമോളെ വിഷ്ണു ഇങ്ങനെ ആട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പിമോളെ ശാലിനിയും. പപ്പിമോൾക്ക് അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നവിടെ മനസ്സങ്ങ് അസ്വസ്ഥതയാവുകയാണ്. അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അവൾ ഊഞ്ഞാലാട്ടം മതിയാക്കി ദൂരോട്ട് മാറി ഞങ്ങളെ ചിന്തിക്കുവാണ്. സത്യമോളും വിഷ്ണുവും ശാലിനിയും കൂടെയുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ ശ്യാമയും രോഹിത്തുമാണല്ലോ പപ്പിയുടെ അച്ഛനെന്നാണല്ലോ അവൾ കരുതിയിരിക്കുന്നത്. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പപ്പിമോൾ ആഗ്രഹിച്ചങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. പപ്പി അങ്ങനെ തനിച്ച് ആ വാട്ടർഫാൾസിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ വിഷ്ണുവും ശാലിനി ഇതൊന്നും കാണുന്നില്ല. വിഷ്ണുവാണെങ്കിൽ കുട്ടികളാടുന്ന ഊഞ്ഞലിലൊക്കെ കയറി ആടുവാണ്. അയ്യോ വിഷ്ണുവേട്ട, ഇത് കുട്ടികൾക്കുള്ള, അതിനെന്താ ഞാനും ഒരു കുട്ടിയല്ലേടോ എന്നും പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ ഇങ്ങനെ ഊഞ്ഞാലാടുവാണ്. ശാലിനി പപ്പിമോളെ നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. രോഹിത്ത് പപ്പിമോളെ എടുത്ത് സ്നേഹിക്കുന്നതും ശ്യാമ ഉമ്മ കൊടുക്കുന്നതും എല്ലാം പപ്പിമോളിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആ വാട്ടർഫാൾസിൻ്റെ അടുത്ത് നിൽക്കുവാണ്. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. ശാലിനിയോ വിഷ്ണുവോ പപ്പിമോളെ ഒട്ട് കാണുന്നതുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മക്കളുടെയൊക്കെ ആ സന്തോഷയാത്രയിൽ പപ്പിമോളെ മിസ്സാകുമോ എന്താണെന്നുള്ള ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതിനെക്കുറിച്ചുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.